राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपीचन वल्लभा गिरिवरधारी जय गोपीचन वल्लभा गिरिवरधारी जय यशोदनंदन व्रज जन रंजन यशोदनंदन व्रज जन रंजन यमुना तीरावनचारि यमुना तीरावनचारि जय राधा माधवा कुंज बिहारी जय हरे कृष्णा कृष्ण कृष्ण हरे 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 रामा राम राम हरे हरे जय शिल प्रभुपाद की जय गौर प्रेमानंदे हरि हरि बोल തുടങ്ങാം പ്രഭു ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സംഘം എനിക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഭക്തരുടെ സംഘം എന്ന് പറയുന്നത്, സത്സംഗം എന്ന് പറയുന്നത് എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ സുകൃതിയാണ്. പുണ്യമെന്ന് നമുക്ക് ശാസ്ത്രത്തിൽ പറയുന്നു. പുണ്യം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആത്മീയ തലത്തിലുള്ള പുണ്യം, രണ്ട് ഭൗതിക തലത്തിലുള്ള പുണ്യം. അതായത് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗ്ഗലോകത്തിലേക്ക് പോകാൻ പറ്റുന്നത്, അതൊക്കെ ഭൗതിക തലത്തിലുള്ളതാണ്. ആത്മീയമായിട്ടുള്ള കണക്ഷൻ അതിനില്ല. എന്നാൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ വൈഷ്ണവരുടെ കൃപ കൊണ്ട്, വൈഷ്ണവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്ന പുണ്യമുണ്ട്. അത് ആത്മീയ തലത്തിലുള്ള പുണ്യമാണ്. ആ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്സംഗങ്ങളിൽ ഇരിക്കാനുള്ള അവസരവും ഭാഗവതം ഭഗവത്ഗീത പഠിക്കാനുള്ളൊരു അവസരവും ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ളൊരു അവസരമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈയൊരു ഭാഗവത പ്രവാഹം ആരംഭിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ സ്കന്ധം, ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം മുതൽ പറ്റുന്ന പോലെ ഭഗവാൻ എത്രമാത്രം നമ്മൾക്ക് നമ്മുടെ മുകളിൽ കൃപ ചൊരിയുന്നുണ്ട്, അതനുസരിച്ച് ഓരോ ദിവസവും നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഭാഗവതം പഠിക്കുക എന്ന് പറയുന്നത്, ഭാഗവതം കേൾക്കാനുള്ളൊരു അവസരം കിട്ടുക, നേരത്തെ പറഞ്ഞ പോലെ സുവർണമായിട്ടുള്ള അല്ലെങ്കിൽ സുവർണ അവസരമാണത്. ഒരിക്കലും സാധാരണ ആളുകൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ആ ഒരു സൗഭാഗ്യത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭഗവാനോട് നന്ദി പറയണം. എത്രയോ ജന്മങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. മനുഷ്യജന്മം ആദ്യമായിട്ടല്ല നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് ലഭിച്ചിട്ടുണ്ട് എല്ലാം ഭഗവാന്റെ. പക്ഷേ അതെല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ എന്തോ കൃപ കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ചർച്ച കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് മംഗളാചരണം ചെയ്യാം. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. हे कृष्णा करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांदा नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सरस्वती देवे गौरवाणी प्रचारिणे
निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत्. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ പ്രണാമം. ആദ്യം തന്നെ ഹിസ് ഗ്രേസ് ആദികർത്ത പ്രഭുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈയൊരു കാർത്തിക മാസം, ദാമോദര മാസത്തിൽ തന്നെ ഇങ്ങനെയൊരു ഭാഗവത പ്രവാഹം, ഭാഗവത പഠനം തുടങ്ങുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തോന്നിയ വലിയൊരു ഭഗവാൻ തോന്നിച്ചതാണ്. അദ്ദേഹം ആരാധിക്കുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ജഗന്നാഥ് തോന്നിപ്പിച്ചതാണ് അദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യലുണ്ടായി ഈ ഒരു കാര്യം പറഞ്ഞ്. അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് എങ്ങനെയോ മറ്റുള്ള സർവീസസ് എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗവതം ചർച്ച, ഭാഗവത പഠനം, ഇവിടെ ശ്രോതാവും പറയുന്ന ആളും എല്ലാവരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അവസ്ഥയല്ല നമുക്ക്. ശുകദേവ് ഗോസ്വാമി അദ്ദേഹം ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. പരീക്ഷിത്ത് മഹാരാജാവാണെങ്കിലും അദ്ദേഹം ശുദ്ധഭക്തനാണ്. അദ്ദേഹം ഒരു നിമിത്തമായി മാറുന്നു. അങ്ങനെയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ കൃപ കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം കേൾക്കുന്നു. ആ ഭാഗവതം നമ്മളെല്ലാവർക്കും കേൾക്കാനുള്ള അവസരം കിട്ടുന്നു, അല്ലേ? ശ്രീമദ് ഭാഗവതം അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ചർച്ചയിൽ, ആ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം ഇന്ന് ഉള്ളത്. ശ്രീല വ്യാസദേവൻ അതിനെ പിന്നീട് അത് ക്രമീകരിച്ചു തന്നു നമുക്ക് ഭാഗവത രൂപത്തിൽ. അപ്പോൾ അവിടെ ശ്രോതാവും അതേപോലെ പറയുന്ന ആളും വ്യത്യാസമുണ്ട്. നമ്മളെ സംബന്ധിച്ച് അവർ രണ്ടുപേരും മുക്താത്മാക്കളാണ്. നമ്മളെല്ലാവരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിലെ ബദ്ധാത്മാക്കളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഗുണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീമദ് ഭാഗവതം കേൾക്കുക, ചർച്ച ചെയ്യുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും, എല്ലാ ശാസ്ത്രങ്ങളുടെയും അവസാനത്തെ വാക്ക്. എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് എന്താണ്? ശാസ്ത്രത്തിലെ കൺക്ലൂഷൻ നോക്കിക്കഴിഞ്ഞാൽ പറയും, സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാജ്വതി. അതായത് ഭഗവാനെ എപ്പോഴും സ്മരിക്കുക എന്നുള്ളതാണ് ശാസ്ത്രങ്ങളിലെ ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ. നമ്മൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറയുന്നു ഇതാണ്, ഭഗവാനെ എപ്പോഴും സ്മരിക്കുക എന്നുള്ളത്, ഓർക്കുക, ഭഗവാനെ മറക്കാതിരിക്കുക. അതായത് ഭഗവാനെ എപ്പോഴും നിത്യവും സ്മരിക്കുക. ഇതാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നതാണ് സ്മരണ. ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ നാമം, ഇതെല്ലാം വരുന്നു. ഭഗവാന്റെ ഭക്തർ, ശുദ്ധഭക്തർ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഉടനീളം നമുക്ക് കാണാം ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ മാത്രമല്ല, ഭഗവാന്റെ ശുദ്ധഭക്തരായിട്ടുള്ള പ്രഹ്ലാദ്, ധ്രുവ മഹാരാജാവ്, പൃഥു മഹാരാജാവ്, പാണ്ഡവരെക്കുറിച്ച്, അതേപോലെ ഒരുപാട് ജഡഭരതൻ, അങ്ങനെ ഒരുപാട് സെക്ഷനുണ്ട്. ഗജേന്ദ്രൻ, അല്ലേ? ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഭാഗവതത്തിൽ. ഒരുപാട് ലീലകളുണ്ട്. ഭഗവാന്റെ ശുദ്ധഭക്തരെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ഇതാണ് കൃഷ്ണകഥ. കൃഷ്ണകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെക്കുറിച്ചുള്ളത് ആവാം, കൃഷ്ണനെക്കുറിച്ചുള്ളതാവാം, കൃഷ്ണൻ പറഞ്ഞതാവാം. അതായത് ഭഗവത്ഗീതയും കൃഷ്ണകഥയാണ്, ഭഗവാനെക്കുറിച്ച് പറയുന്ന ശ്രീമദ് ഭാഗവതം കൃഷ്ണകഥയാണ്. എന്നാൽ ഭഗവാന്റെ ശുദ്ധഭക്തരെക്കുറിച്ച് പറയുന്നതും കൃഷ്ണകഥയാണ്. കാര്യം ഭഗവാന്റെ ശുദ്ധഭക്തർ എവിടെയുണ്ട് അവിടെ കൃഷ്ണനുമുണ്ട്. അതുകൊണ്ട് അതും കൃഷ്ണകഥയാണ്. ഭഗവാന്റെ ശുദ്ധഭക്തരും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത് അവരുടെ ഭാവത്തിൽ ഒരാൾ, അതായത് കൃഷ്ണനെ ഭക്തർ ആരാധിക്കുന്നു,
ഭക്തരെ കൃഷ്ണൻ ആരാധിക്കുന്നു. എവിടെയാണോ കൃഷ്ണകഥയുള്ളത്, നാഹം ദിഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷുവ എത്ര ഗായന്തി മത്ഭക്ത തത്ര ദിഷ്ടാമി നാരദ. എവിടെയാണോ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത്, എവിടെയാണോ കീർത്തനം നടക്കുന്നത്, എവിടെയാണോ കൃഷ്ണകഥ നടക്കുന്നത്, അവിടെ ഭഗവാൻ ഉണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ ഒരു എന്താ പറയുക, ശാസ്ത്രങ്ങളിൽ പറയുന്നു എന്നുള്ളത് സത്യമാണ്. അത് വിശ്വാസം നമുക്ക് വേണം. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. ശ്രീല പ്രഭുപാജി ഒരിക്കൽ അദ്ദേഹം ശ്രീമദ് ഭാഗവതം ഇതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കുമായിരുന്നു. ക്ലാസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം കുറച്ച് നേരം ഒന്ന് നിർത്തി അദ്ദേഹം ഒന്ന് ചിരിച്ചു. ചിരിച്ച സമയത്ത് അദ്ദേഹത്തോട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യർ വന്ന് ചോദിച്ചു, ശീലപ്രഭുപാദ് ഇടയ്ക്ക് അങ്ങ് ഒന്ന് നിർത്തിയിരുന്നു, എന്തായിരുന്നു നിർത്താൻ കാരണം? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ചിരിക്കുന്നുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു, എന്തായിരുന്നു എന്ന് ചോദിച്ചു. അവർക്കാർക്കും മനസ്സിലായില്ല. പ്രഭുപാദ് പറഞ്ഞു, ആക്ച്വലി നാരദമുനി വന്നിട്ടുണ്ടായിരുന്നു, നാരദമുനിക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം കൊടുക്കുമായിരുന്നു. ശ്രീല പ്രഭുപാദിൻ്റെ ലെവൽ അതാണ്. കാര്യം അദ്ദേഹം ഭഗവാന്റെ അടുത്ത് നിന്ന് വരുന്നതാണ്, ശുദ്ധഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം കാണാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ എവിടെയാണോ കൃഷ്ണനാമം ഉള്ളത്, എവിടെയാണോ കൃഷ്ണകഥയുള്ളത്, അവിടെ കൃഷ്ണനും കൃഷ്ണൻ്റെ ഭക്തരായിട്ടുള്ള നാരദമുനിയെ പോലുള്ള ഭക്തരുമുണ്ട്. കൃഷ്ണനാമം, കൃഷ്ണകഥ, അതേപോലെ ശ്രീമദ് ഭാഗവതം തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം ഭഗവാന്റെ ഓരോ വിസ്തരണങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ പ്രകടമാവുന്നതാണ് പല രീതിയിൽ. ഭഗവാന്റെ മഹാകൃപ പല രീതിയിൽ പ്രകടമാവുന്നുണ്ട്. ഒന്ന് ശ്രീമദ് ഭാഗവതമായിട്ട്, ഹരിനാമമായിട്ട്, അതേപോലെ ഗുരുവായിട്ട്, അതുപോലെ ശുദ്ധ വൈഷ്ണവരായിട്ട്, ഇങ്ങനെയെല്ലാം പല രീതിയിൽ ഭഗവാൻ അവതരിക്കുന്നു നമ്മുടെ മുമ്പിൽ. എന്തിനാണ്? നമ്മളെല്ലാവരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം ലീലകൾ വന്ന് ചെയ്യുന്നു, പോകുന്നു, ശരിയാണ്. പക്ഷെ അവിടെ നിർത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഗുരുജനങ്ങളെ വിടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെ വീണ്ടും വരുന്നു. എങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് വീണ്ടും വന്നു. അദ്ദേഹത്തിൻ്റെ ശുദ്ധ ഭക്തരെ വിടുന്നു, ഗുരുജനങ്ങളായിട്ട് വിടുന്നു. അങ്ങനെ പല രീതിയിൽ ഭഗവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഭഗവാന്റെ മഹാകൃപയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ കൂടുതൽ ഭഗവാൻ ആഗ്രഹിക്കുന്നു നമ്മളെ എല്ലാവരെയും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. ആ ആധ്യാത്മിക ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ ഭഗവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പല രീതിയിൽ നമ്മുടെ മുമ്പിൽ വരുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നു, ശ്രീമദ് ഭാഗവതം പറയുന്നു, ലബ്ധ്വാ സുദുർലഭം ഇദം ബഹു സംഭവന്തേ മാനുഷ്യം അർത്ഥദം അനിത്യം അപീഹധീര തൂർണം യതേതനാപതേത് അനുമൃത്യുയാവാൻ നിശ്ശേയസായ വിഷയ ഖലു സർവതാസത്. ഈ ശ്ലോകത്തിൽ, ഭാഗവതത്തിൽ വരുന്ന ശ്ലോകമാണ്. 11ാമത്തെ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിൽ വരുന്നൊരു ശ്ലോകമാണ്. ഇവിടെ പറയുന്നു, ലബ്ധ്വാ സുദുർലഭം ഇതം ബഹു സംഭവന്തേ. ലബ്ധ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ലഭം എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്നത് അല്ലേ. ലബ്ധ്വ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്തോ ലഭിച്ചിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. എന്താണ്? എന്തോ ഒരു സംഭവം കിട്ടിയിരിക്കുന്നു. ആ സംഭവത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. സുദുർലഭം, അതായത് ദുർലഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ളത്. സുദുർലഭം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുർലഭമായിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ദുർലഭമായിട്ടുള്ള എന്തോ ഒരു സംഭവം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണത്? ഇതം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരം. ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. സുദുർലഭമായിട്ടുള്ളതാണ്. ബഹൂസംഭവന്തേ, അതായത് ജന്മജന്മാന്തരങ്ങൾ, അതായത് ഇപ്പോൾ മനുഷ്യജന്മത്തിലിരിക്കുന്നു. ഇതിനു മുമ്പ് മൃഗങ്ങളായിട്ടും ചെടിയായിട്ടും മരങ്ങളായിട്ടും പുഴുവായിട്ടും പാറ്റയായിട്ടും ഉറുമ്പായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടാവും, ഇല്ലയെന്ന് പറയുന്നില്ല. വീണ്ടും ലഭിച്ചിരിക്കുന്നു ഭഗവാന്റെ കൃപ കൊണ്ട്, വൈഷ്ണവരുടെ കൃപ കൊണ്ട്. മാനുഷ്യം, അതായത് ബഹുസംഭവന്തേ, ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്ത്? മാനുഷ്യം, മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തെക്കുറിച്ച് പറയുന്നു പ്രത്യേകത. സുദുർലഭമാണെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറയുന്നു അർത്ഥതം.
അർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥവത്താണ്. അതായത് മനുഷ്യജന്മം അർത്ഥവത്താണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യജന്മം കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, വെറുതെ കിട്ടിയിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു മൃഗങ്ങളും ചെടികളും മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യരും മൃഗങ്ങളും ഒരേപോലെയല്ല. മനുഷ്യജന്മം നമുക്ക് തന്നിട്ടുള്ളതിന് ഒരു കാരണമുണ്ട്, അർത്ഥവത്തായിട്ടുള്ളതാണ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. പിന്നെ പറയുന്നു അനിത്യമാണ്. അനിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമല്ല, നശിക്കുന്നതാണ്. എത്ര ആയുസ്സുണ്ടാവും നമുക്കൊക്കെ? മാക്സിമം പോയി 70, 75, 80, 100 വയസ്സിന് മേലെയൊക്കെ കലിയുഗത്തിൽ ആർക്കും സാധിക്കില്ല. അതാണ് അവസ്ഥ. അപ്പം അനിത്യമാണ്, എപ്പോൾ വേണമെങ്കിൽ നശിച്ചു പോവാം. ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? സുദുർലഭമാണ്, മനുഷ്യജന്മം സുദുർലഭമാണ്, അർത്ഥതമാണ്, അർത്ഥവത്തായിട്ടുള്ളതാണ്, ഒരുപാട് ബഹുസംഭവന്തി, ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളതാണ്, അനിത്യമാണ്, നിത്യമല്ല. അതുകൊണ്ട് ഭാഗവതം പറയുന്നു തൂർണം യതേത നാപതേത് അനുമൃത്യുവാൻ. അതായത് തൂർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, സമയം പാഴാക്കാതെ എന്ത് ചെയ്യണം? തൂർണം യതേത നാപതേത്. അതായത് ഇനി അനുമൃത്യുയാവാൻ, ഇനി മൃത്യു സംഭവിക്കുന്നേക്കാൾ മുമ്പ്, മരിക്കുന്നേക്കാൾ മുമ്പ്. കാര്യം എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും വീഴാം. അതുകൊണ്ട് തൂർണം, സമയം പാഴാക്കാതെ. ഭാഗവതം പറയുന്നു നിശ്രേയസ്സായ വിഷയ. അതായത് അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യൂ. കാര്യം ഇതാണ് മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അർത്ഥതമാണെന്ന് പറഞ്ഞു, അർത്ഥവത്താണ് ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു. എന്താണ് അത് ഈ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്തിയുത സേവനങ്ങൾ, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ പറയുന്നു ഖലു വിഷയ ഖലു സർവദാസ്യത്. കാര്യം ഈ ഭൗതിക ലോകത്തിലെ വിഷയ വസ്തുക്കൾ, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗശരീരത്തിലിരിക്കുമ്പോഴും ഉണ്ട്. ആഹാര, നിദ്ര, ഭയം, മൈഥുനം, ഇതെല്ലാം മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും അവർ ആസ്വദിക്കുന്നു, അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പറയുന്നത് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് മറ്റുള്ള മൃഗങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളിലും ഉള്ള അതേ കാര്യം തന്നെ. ആഹാര, നിദ്ര, ഭയം, മൈഥുനം എന്ന് പറയുന്ന 4 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യജന്മം തന്നിട്ടുള്ളത്. മനുഷ്യജന്മം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഭഗവാൻ? അതാണ് യഥോ ഭക്തിർ അധോക്ഷജേ ഹൈത്തുകീയ പ്രതിഹത യയാത്മാ സുപ്രസിദ്ധതി. ഭാഗവതം പറയുന്നു അധോക്ഷജേ, അധോക്ഷജൻ ഭഗവാൻ. അത് യഥോ ഭക്തിർ അധോക്ഷജേ, ഭക്തി, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള കൃഷ്ണനെ ആരാധിക്കുക, അധോക്ഷജനെ ആരാധിക്കുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. ഇതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭങ്കുര. ഇത് വേറൊരു ശ്ലോകം ഭാഗവത്തിൽ പറയുന്നതാണ്, 11ാമത്തെ സ്കന്ധത്തിൽ തന്നെ. ദുർലഭോ മാനുഷോ ദേഹോ, അവിടെയും പറയുന്നു ദുർലഭമാണ് മനുഷ്യജന്മം. ദേഹിനാം ക്ഷണഭങ്കുര, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോവാം. എന്നാൽ പറയുന്നു തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. എന്നാൽ മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് സുദുർലഭമാണ്. എന്നാൽ അതിനേക്കാൾ ഒരുപാട് ദുർലഭമാണ് എന്ത്? വൈകുണ്ഠ പ്രിയദർശനം. ഭഗവാന്റെ ശുദ്ധഭക്തരെ കാണുക, ശുദ്ധഭക്തരെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുക, ഭക്തരുടെ ഇടയിൽ ഇരുന്ന് ഭാഗവതം, ഭഗവത്ഗീത ചർച്ച ചെയ്യുക, കൃഷ്ണകഥ ചർച്ച ചെയ്യുക എന്നുള്ളത് അത് അതിനേക്കാൾ ദുർലഭമാണ്. കാര്യം ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 8 ബില്യൺ പോപ്പുലേഷൻ ഉണ്ട് ഈ ലോകത്ത്. 7.5, 8 ബില്യൺ പോപ്പുലേഷൻ ഉണ്ട്. 8 ബില്യൺ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതിലെത്ര പേര് ഇപ്പോൾ ഈ സമയത്ത് ഭാഗവതം ചർച്ച ചെയ്യുന്നുണ്ടാവും? ഇപ്പോൾ ഈ സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടാവും? വളരെ, ഇപ്പം ശതമാനം പോലും പറയാൻ പറ്റില്ല, അതിനേക്കാൾ കുറവ്. അതാണ് പറയുന്നത് തത്രാപി ദുർലഭം മന്യേ. മനുഷ്യജന്മം കിട്ടിയോണ്ട് ആവുന്നില്ല, അതുകൊണ്ട് പൂർണ്ണമാവുന്നില്ല. പൂർണ്ണമാവുന്നത്, ഈ മനുഷ്യജന്മം അർത്ഥവത്താവുന്ന എപ്പോഴാണോ നമ്മൾ ഈ മനുഷ്യജന്മം എന്തിനാണോ തന്നിട്ടുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, അപ്പോഴാണ് അർത്ഥവത്താവുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യമുള്ളൂ, ഭക്തിയുത സേവനങ്ങൾ. ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഇതാണ് ഉദ്ദേശം. കാര്യം ഈ മനുഷ്യജന്മം ഭഗവാൻ തന്നിട്ടുള്ളത് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് തന്നിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും നല്ല ശരീരം മനുഷ്യ ശരീരമാണ്. കാര്യം ഇവിടെ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു, കാലാവസ്ഥ മാറുന്ന പോലെ വരുന്നു, അല്ലേ? ദ്വന്ദ്ങ്ങൾ നിറച്ചുണ്ട്. സത്വഗുണം, രജോഗുണം, തമോ ഗുണത്തിൻ്റെ അധീനതയിൽപ്പെട്ട്
ഒരുപാട് ദ്വന്ദ്ങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സുഖമായിരിക്കും, ഇന്ദ്രിയ സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പ്രശ്നം വരും ജീവിതത്തിൽ. ഒരു കാലാവസ്ഥ മാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു സമയം കഴിയുമ്പോൾ ആളുകൾക്ക് മതിയാവും. പിന്നെ മാത്രമല്ല, ഇവിടെ സത്സംഗത്തിന് അവസരമുണ്ട്, ശ്രീമദ് ഭാഗവതമുണ്ട്, അങ്ങനെ ഒരുപാട് കൃപയുണ്ട് ഈ മനുഷ്യ ശരീരത്തിന്. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അവതാരമെടുത്ത് വന്നു. കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ഭക്തഭാവത്തിൽ ഭക്തരൂപത്തിൽ വരുന്ന എന്തിനാണ്? ഹരികൃഷ്ണ മഹാമന്ത്രം, ഹരിനാമം നമുക്ക് തരാൻ വേണ്ടി അല്ലേ? ഹരിനാമം ആർക്കാണ് തന്നത്? മനുഷ്യർക്കാണ് തന്നിട്ടുള്ളത്. ഇവിടെയാണ് വന്നിട്ടുള്ളത്, ദേവലോകത്ത് പോയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക്. കാര്യം അതുകൊണ്ടാണ് ദേവതമാർ പോലും ആഗ്രഹിക്കുന്നു ഇന്ദ്രനും ചന്ദ്രനും ബ്രഹ്മാവും ഒക്കെ മനുഷ്യനായിട്ട് ജനിക്കാൻ. വെറുതെ ഒരു മനുഷ്യനായിട്ട് ജനിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്, ഒരു ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ശുദ്ധഭക്തനായി ജനിക്കാൻ. കാര്യം ഹരികഥ കേൾക്കുവാനും ഹരിനാമം ചൊല്ലുവാനും ഏറ്റവും നല്ല സുവർണ അവസരമാണ് ഈ ഒരു ജന്മം. അതിമനോഹരം. നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഈ ഒരു സത്യം മനസ്സിലാക്കുക ആദ്യം തന്നെ. കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു അവസരത്തിലേക്ക് നമ്മളെ ഇങ്ങനെ എത്തിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഗുരുജനങ്ങളാണ്. ഭഗവാന്റെ കൃപയാണ്, ശരിയാണ്, ശ്രീല പ്രഭുപാദാണ്. അത് എടുത്ത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അതാണ് സത്യം. ശ്രീല പ്രഭുപാദന്റെ മഹാകൃപയില്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ആരും നമ്മൾ ഇരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മഹാകൃപയാണ് നമ്മളെല്ലാവരെയും ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. ഇനി അപ്പോൾ ശ്രീല പ്രഭുപാദനോട് നന്ദി പറഞ്ഞുകൊണ്ട്, മറ്റുള്ള ഗുരുജനങ്ങൾ നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട്, ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ ഭാഗവതം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്രയും നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നമുക്ക് അതിനുള്ള യോഗ്യത ആർക്കുമില്ല. പ്രത്യേകിച്ചും എനിക്കൊരു യോഗ്യതയില്ല ഇവിടെ ഇരുന്ന് ഭാഗവതം ചർച്ച ചെയ്യാനോ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഗുരുവിൻ്റെ ഒരു ആജ്ഞയായി മാനിച്ചുകൊണ്ട് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഗുരുജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയും, കൂട്ടത്തിൽ എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയും, പിന്നെ വൈഷ്ണവ സേവയായിട്ട് നിങ്ങളെല്ലാവരെയും സേവിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടിയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇതിനു വേണ്ടി ഈ ഒരു സേവനത്തിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൃപയും അനുഗ്രഹവും എപ്പോഴും വേണം. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരിക്കണം? ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യജന്മം കൊണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് നിത്യം ഭാഗവതം നമുക്ക് കേൾക്കാനുള്ള, പഠിക്കാനുള്ള ഒരു അവസരം. പ്രത്യേകിച്ചും ഇത് ആരംഭിക്കുന്നത് നമ്മൾ കാർത്തിക മാസത്തിൽ അല്ലെങ്കിൽ ദാമോദര മാസത്തിൽ. അത് ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് അത്യത്ഭുതമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. വേറെ ഏത് മാസങ്ങൾ വേണമെങ്കിൽ ഇത് തുടങ്ങാമായിരുന്നു, പക്ഷേ വളരെ സ്പെഷ്യലാണ്. ഈ ഒരു ദാമോദര മാസത്തിൽ ഇത് സംഭവിച്ചു. ഇത് ആരും പ്ലാൻ ചെയ്തിട്ടല്ല, അത് അങ്ങനെ ആയിപ്പോയി. അത് ഭഗവാന്റെ ഒരു നിയോഗം പോലെ, നിശ്ചയം പോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. ശാസ്ത്രങ്ങളിൽ പറയുന്നു, ശ്രേയസ ലോഭ ബുദ്ധയ യാ കരോതി ഹരേകതം കാർത്തികേ മുനി ശാർദൂല കുലനം തരകേച്ഛതം. അതായത് ശാസ്ത്രങ്ങളിൽ പറയുന്നു, കാർത്തിക മാസത്തിൽ, ദാമോദര മാസത്തിൽ ആരാണോ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത്, ശ്രീമദ് ഭാഗവതം കേൾക്കുന്നത്, അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല 100 ജനറേഷൻസിൽ ഉള്ള ആളുകൾക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും 100 തലമുറയ്ക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇത് ശാസ്ത്രത്തിൻ്റെ വാക്കുകളാണ്. ഈ മാസത്തിൽ, ദാമോദര മാസത്തിൽ പ്രത്യേകിച്ചും, നിത്യം ശാസ്ത്ര വിനോദേന കാർത്തികം യ ക്ഷിപേൻ നരഹ നിർദഹേത് സർവ പാപാനി യജ്ഞായുധ ഫലം ലഭേത്. യജ്ഞായുധ ഫലം ലഭേത് എന്താണ് പറയുന്നത്? കാർത്തിക മാസത്തിൽ വീണ്ടും ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ, ഭാഗവതം പഠിക്കുമ്പോൾ എല്ലാ പാപങ്ങളും പോകുന്നു. പിന്നെ അത് മാത്രമല്ല, 10,000-കണക്കിന് യജ്ഞങ്ങൾ, അശ്വമേധ യജ്ഞം ചെയ്യുന്നതിൻ്റെ തുല്യ ഫലമാണെന്ന് പറയുന്നത്. അത്രമാത്രം ശക്തിയാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിൻ്റെ ശക്തി, ഭാഗവതത്തിൻ്റെ പവറുണ്ട്. കൂട്ടത്തിൽ കാർത്തിക മാസത്തിൽ, ദാമോദര മാസത്തിൽ ഇത് തുടങ്ങുമ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ ഒരു മഹാസൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു.
ആയുർഹരതി വൈ പുംസാം ഉദ്യാൻ അസ്തം ച യൻ അസു തസ്യാർത്ഥേ യത് ക്ഷണോനീത ഉത്തമ ശ്ലോകവാർത്തയ. ഭാഗവതത്തിലൊരു ശ്ലോകമാണ്. എന്താ പറയുന്നത്? ആയുർ ഹരതി വൈ പുംസാം. നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എഫക്റ്റ്, സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ആയുസ് കുറയുന്നത് സാധാരണ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, അല്ലേ? നമ്മളെല്ലാവരെയും ബാധിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാൽ പറയുന്നു, ആരാണോ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നത്, ഉത്തമ ശ്ലോക വാർത്തയ, ആരാണോ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്, ഭാഗവതം കേൾക്കുന്നത്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതായത് അവരുടെ ആയുസ്സും കുറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഫിസിക്കലി നമ്മുടെ ആയുസ് കുറയുന്നില്ല എന്നുള്ളതല്ല, അത് കുറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ പറയുന്നത്. കാര്യം സാധാരണഗതിയിൽ മരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ദുഃഖം തരുന്ന കാര്യമാണ് എല്ലാവർക്കും. എന്നാൽ ഒരു നല്ലൊരു ശുദ്ധഭക്തനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത്, അവർ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള കാത്തിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു സുവർണ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ശുദ്ധഭക്തരുടെ ഭാവം അതാണ്. ഇപ്പം നമുക്ക് ഭാഗവതം കേൾക്കാനുള്ള, ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആയുസ്, ഫിസിക്കൽ ആയുസ് പോട്ടെ, പക്ഷേ ഈ ഒരു ജന്മം കഴിയുന്നതോടുകൂടി നമ്മൾ നേരെ പോകാൻ പോകുന്ന ഭഗവാന്റെ അടുത്തേക്ക് ആയിരിക്കും. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്, എങ്ങനെയാണ് ഹരിനാമം ജപിക്കുന്നത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം അതിന് ഫാക്ടേഴ്സാണ്. ഭാഗവതം ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലേ? ഒരാൾ ചെയ്യുന്ന പോലെയല്ല മറ്റാൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എത്രമാത്രം ഇൻറ്റൻസിറ്റിയോടുകൂടി നമ്മളത് ചെയ്യുന്നുണ്ടോ, എത്രമാത്രം പ്രയത്നിക്കുന്നുണ്ടോ ഇതിനു വേണ്ടി, എത്രമാത്രം പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാഭാവത്തോടുകൂടി ഇത് സ്വീകരിക്കുന്നത് ജീവിതത്തിൽ, തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ളൊരു അവസരം നമുക്ക് തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ശ്രീകൃഷ്ണ കഥയുടെ, ഹരികഥയുടെ ശക്തി. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അവതരിച്ച സമയത്ത് എല്ലാ ദിവസവും 3 മണിക്കൂറോളം ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ പാർഷദനായിട്ടുള്ള ഗദാധർ പണ്ഡിറ്റിൽ നിന്ന് ഭാഗവതം കേൾക്കുമായിരുന്നു. എല്ലാ ദിവസവും നിത്യം ഭാഗവത സേവ അദ്ദേഹം ചെയ്തിരുന്നു ചൈതന്യ മഹാപ്രഭു. പ്രഹ്ലാദ ചരിത്രം, ധ്രുവ ചരിത്രം, അങ്ങനെയുള്ള ഒരുപാട് സെക്ഷൻസ് ഭാഗവതത്തിലെ എല്ലാ ദിവസവും റിപ്പീറ്റഡ്ലി അദ്ദേഹം കേൾക്കുമായിരുന്നു. ഓരോ ദിവസവും ഗദാധർ പണ്ഡിറ്റ് വായിച്ചു കൊടുക്കും മഹാപ്രഭുവിന്. എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്യും. ഭാഗവത ശ്രവണം ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എത്രമാത്രം പ്രാധാന്യമുണ്ട് ഭാഗവതം പഠിക്കുക, കേൾക്കുക എന്നുള്ളത് മഹാപ്രഭു നമുക്ക് കാണിച്ചു തരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതരിക്കുന്നത് തന്നെ ആക്ച്വലി എങ്ങനെയായിരിക്കണം ഭക്തി ചെയ്യേണ്ടതെന്ന് ഭഗവാൻ കാണിച്ചു തരുവാണ് ഭക്തഭാവത്തിൽ വന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ഭക്തനായി വന്ന് നമുക്കെല്ലാവർക്കും കാണിച്ചു തരുന്നു എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ അപ്പോൾ ഹരിനാമം മഹാപ്രഭു നമുക്ക് തന്നു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നാമം ജപിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഓരോ ഭക്തരും ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് നാമത്തെ പോലെ തന്നെ ശ്രീമദ് ഭാഗവത പഠനമാണ്. എല്ലാ ഭക്തരും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. ഭാഗവതം അതിനു വേണ്ടി അവതരിച്ചിരിക്കുകയാണ്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ടത്, കൃഷ്ണേ സുധാമോ പഗതേ ധർമ്മജ്ഞാനാദിപി സഹ കലൗ നഷ്ട ദൃശാമേഷ പുരാണ അർക്കോ അധുനോദിത. ഭഗവാൻ കൃഷ്ണൻ അവതാരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലീലകൾ കഴിഞ്ഞ് തിരിച്ച് സ്വധാമത്തിലേക്ക് പോയപ്പോൾ ജ്ഞാനവും കർമ്മവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗം ആരംഭിച്ചു. ഇവിടെയുള്ള ആളുകളുടെ ആയുസ് കുറഞ്ഞു തുടങ്ങി. ബുദ്ധിയില്ലായ്മ, അല്ലെങ്കിൽ മടി, അതേപോലെ തമോ ഗുണം കൂടുതൽ, രജോ ഗുണം തമോ ഗുണം കൂടിപ്പോയി. കലിയുഗത്തിലെ ആളുകൾക്ക് തമോ ഗുണം രജോ ഗുണമാണ് കൂടുതൽ, ശരിയല്ലേ? സത്വഗുണം കുറവാണ്. എല്ലാം തലതിരിഞ്ഞിട്ടാണ് നടക്കുന്നത്. എന്നാൽ കലിയുഗത്തിലെ നമ്മളെപ്പോലുള്ള അന്ധരായിട്ടുള്ളവർക്ക് വേണ്ടി കലോ നഷ്ടദൃശാമേഷ, അതായത് കലിയുഗത്തിൽ അന്ധരായിട്ടുള്ളവർക്ക് പുരാണ അർക്കോ അധുനോദിത. പുരാണം, ഏത് പുരാണം? ശ്രീമദ് ഭാഗവത പുരാണം. ശ്രീമദ് ഭാഗവത പുരാണമായിട്ട് ഭഗവാൻ
ആയിരം സൂര്യനെ പോലെ ആയിരം സൂര്യൻ്റെ തേജസ്സോടുകൂടി ആണ് അവതരിക്കുന്നത് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതമായിട്ട്. ഒരുപാട് പറയാനുണ്ട് ഭാഗവതത്തെക്കുറിച്ച്. എത്ര പറഞ്ഞാലും നമുക്ക് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം പ്രാധാന്യമാണ് ഭാഗവതത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളത്. ഭാഗവതം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിനി മുന്നോട്ട് ഭഗവാന്റെ കൃപ കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാം, ഭാഗവതത്തിൻ്റെ പല ഭാഗത്തും പല സെക്ഷനിലും ഭാഗവതത്തിൻ്റെ മഹാത്മ്യവും കൃഷ്ണകഥ കേൾക്കുന്നതിൻ്റെ മഹാത്മ്യവും പറയുന്നുണ്ട്. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്ഥോ ഹി അഭദ്രാണി വിദൂനോതി സുഹൃത് സദാം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകി ഭക്തിർഭവതി നൈഷ്ഠികി. ഫേമസ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത്. പ്രഥമ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിൽ വരുന്ന ശ്ലോകങ്ങളാണ് രണ്ടും. 1:2:17, 1:2:18. നമ്മളെന്തായാലും ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ ഇതെല്ലാം പഠിക്കും. എന്നാൽ പറയുന്നു എന്താണ്? ശൃണ്വതാം സ്വകഥാ കൃഷ്ണ. ആരാണോ കൃഷ്ണൻ്റെ കഥ കേൾക്കുന്നത്, അതായത് ഭാഗവതം കേൾക്കുന്നത്, പുണ്യശ്രവണ കീർത്തന കേൾക്കുക മാത്രമല്ല, ചർച്ച ചെയ്യുന്നത്, മറ്റുള്ളവരോട് പറയുന്നത്. നമ്മൾ ഭക്തരുമായിട്ട് കൂടുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? കൃഷ്ണകഥയാണ്. അല്ലാതെ സിനിമയിൽ നടന്ന കാര്യമോ സീരിയലിൽ നടന്ന കാര്യങ്ങളോ കഴിഞ്ഞ ദിവസം അവിടെ അപ്പുറത്തെ വീട്ടിൽ നടന്ന കാര്യങ്ങളോ അല്ല. പുണ്യശ്രവണ കീർത്തനം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള ചർച്ച. അപ്പോൾ കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കീർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്തുതിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, നാമം ജപിക്കുക, ഇതെല്ലാം അതിൽ വരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഹൃദി അന്തസ്തോഹി അഭദ്രാണി വിദൂനോതി സുഹൃത് സദാം. ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും, ഒരുപാട് മാലിന്യങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ജന്മജന്മാന്തരങ്ങളിലെ മാലിന്യങ്ങളുമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ. എത്രയോ ജന്മങ്ങൾ ആയിട്ടുണ്ട്, കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പല രൂപത്തിൽ, പല പല ശരീരത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നിട്ടുള്ളത്, ശരിയാണ്. എന്നാൽ അത്രയും ജന്മങ്ങളുടെ മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ ഭക്തിമാർഗത്തിൽ വന്നിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ട് ശരിയാവുന്നില്ല, നാമം ജപിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ഭാഗവതം കേൾക്കാനുള്ള ഒരു രുചി വരുന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ ആരാധിക്കാനുള്ള ഒരു ഒരു എന്തൂസിയാസം ഇല്ല, ഒരു ഉത്സാഹം തോന്നുന്നില്ല. കാര്യം അനർത്ഥങ്ങൾ ഇനിയും പോകാനുണ്ട്. അതുകൊണ്ടാണ് എത്രയോ അനർത്ഥങ്ങൾ പോയി, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാർഗത്തിലേക്ക് എത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ എത്തി, അതന്നെ തീർച്ചയായിട്ടും ഒരുപാട് അനർത്ഥങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ പോകാനുണ്ട്. കാര്യം ജന്മജന്മാന്തരങ്ങളിലാണത്. 2 ജന്മത്തിലെ 3 ജന്മത്തിലെ കഥയല്ല അത്, ജന്മജന്മാന്തരങ്ങളിലെയാണ്. ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ക്ലീനായിട്ട്, നമ്മുടെ ഹൃദയം ക്ലീനായാൽ, അതിൽ മാലിന്യങ്ങളെല്ലാം പോയി അവിടെ ഭഗവത് സ്മരണം മാത്രം വരുമ്പോൾ, ഭഗവാനുള്ള ഒരു പ്രേമം മാത്രം വരുമ്പോഴാണ് നമ്മൾ വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള യോഗ്യത നേടുന്നത്. അതുവരെ നമ്മളിവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഈ ക്ലീനിങ് പ്രോസസ്സിന് സഹായിക്കുന്നത് എന്താണ്? നാമജപവും ഭാഗവത ശ്രവണവും, വേറെ ഒന്നുമല്ല. ഹൃദയന്തസ്തോഹി അഭദ്രാണി വിദൂനോതി സുഹൃത് സദാം. എല്ലാം ഫുൾ ക്ലീൻ ചെയ്തു തരും. നാമോ ഭാഗവതവും. അത്രമാത്രം ശക്തിയാണുള്ളത്. നഷ്ടപ്രായേഷു അഭദ്രേഷു, അത് ആ ശ്ലോകത്തിലും അതാണ് പറയുന്നത്. നിത്യം ഭാഗവത സേവയാ. നിത്യവും ഭാഗവതം ആരാണോ സേവിക്കുന്നത്, അതായത് ഭാഗവത സേവനം 2 തരത്തിലുണ്ട്. ഒന്ന്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം, നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവത്തെ നിത്യവും സേവിക്കുക. 2 തരത്തിലാണ് സേവനം. കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സേവനം. വായിക്കുക, കേൾക്കുക, ചർച്ച ചെയ്യുക, ഇത് സേവനമാണ്. ഇതാണ് ഭാഗവത സേവനം. ഭാഗവതം കേൾക്കുക, വായിക്കുക, ചർച്ച ചെയ്യുക. നിത്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഴ്ചയിൽ ഒരിക്കലല്ല, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലല്ല, ഏകാദശി നാളിൽ മാത്രമല്ല, നിത്യവും. നിത്യം എന്ന് പറയുമ്പോൾ 2 അർത്ഥം നമുക്ക് ചിന്തിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും എന്നുള്ളതാണ് നിത്യത്തിൻ്റെ അർത്ഥം ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, നിത്യം എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, കുറച്ച് സമയമെങ്കിലും നിത്യമെന്ന് ഉദ്ദേശിക്കുന്നത്. അത് നിരന്തരമായിട്ട് ഓരോ ദിവസം കഴിഞ്ഞ് അങ്ങനെ നിത്യം ഭാഗവത സേവ. അതാണ് ഒന്ന്. അതായത് ഗ്രന്ഥഭാഗവതം കേൾക്കുക, വായിക്കുക, ചർച്ച ചെയ്യുക, പറയുക, ഇതെല്ലാം അതിൽ വരുന്നു.
അതാണ് ഒരു ഭാഗവത സേവ. രണ്ടെന്താണ് രണ്ടാമത്തെ ഭാഗവത സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശുദ്ധഭക്തരെ സേവിക്കുക എന്നുള്ളത്. ഭഗവാന്റെ ശുദ്ധഭക്തർ അവർ നടക്കുന്ന ഭാഗവതമാണ്. അവരുടെ ഉള്ളിൽ ഭാഗവതമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗവതരെ, മഹാഭാഗവതരെ സേവിക്കുക എന്നുള്ളത്. അപ്പോൾ മഹാഭാഗവതരെ എങ്ങനെ സേവിക്കാൻ സാധിക്കും? മഹാഭാഗവതർ നമ്മുടെ വീട്ടിലേക്ക് എന്നും വരുന്നുണ്ടോ? ഇല്ല. നമ്മളെന്നും കാണുന്നുണ്ടോ? ഇല്ല. വല്ലപ്പോഴും കാണാൻ കിട്ടിയാൽ, അങ്ങനെ ശുദ്ധഭക്തരെ കാണാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാലായി. പക്ഷെ എന്നും നമുക്ക് അവസരമുണ്ടോ? ഇല്ല. എന്നാൽ സാധിക്കും. എന്താണ് ഭാഗവത സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ആ ഒരു മഹാഭാഗവതൻ ഭക്തനെ സേവിക്കുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള ഭക്തർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ളൊരവസരം കിട്ടിയാലും മതി. അത് റെക്കോർഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അവർ പറഞ്ഞതായിട്ടോ ഉള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളൊരവസരം കിട്ടിയാലും അതും ഭാഗവത സേവയാണ്. കേൾക്കാൻ മാത്രമല്ല, കേട്ട് കഴിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് സേവ. വാണി സേവ, വപു സേവ എന്ന് പറയും. വപു സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിസിക്കലി ബോഡി ശരീരം കൊണ്ട് നമ്മൾ സേവിക്കുന്നതിനെ വപു സേവ എന്ന് പറയും. വാണി സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്നത്. അങ്ങനെയുള്ള ഭക്തർ പറയുന്നത്, ഇപ്പോൾ ഗുരുവിനെ വാണി സേവ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗുരു പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, ഗുരു പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുക. ഇത് വാണി സേവയാണ്. നിത്യം ഭാഗവത സേവയാണ്. അപ്പോൾ ഭാഗവത രണ്ട് തരത്തിൽ. നമ്മൾ ഈ ശ്ലോകം വരുമ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും, എന്നാലും പറയുന്നു എന്ന് മാത്രം. ഭാഗവതത്തിൻ്റെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് ഓർക്കണം. അതുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ അധ്യായം എത്തുമ്പോൾ നമ്മൾ എന്തായാലും ഇത് ചർച്ച ചെയ്യും. നിത്യം ഭാഗവത സേവയെ രണ്ട് കാര്യമാണ്. ഒന്ന് ഭക്തഭാഗവതം, ഒന്ന് ഗ്രന്ഥഭാഗവതം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ഉത്തമ ശ്ലോകേ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർ ഭഗവതി നൈഷ്ടകി. ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയാണ് വരുന്നത്. ഭക്തി ഉദിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിൽ. യസ്യാം വൈ ശൃണുമാനായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിർ ഉത്പത്യതേ പുംസാം ശോകമോഹ ഭയാപഹ. യസ്യാം വൈ ശൃണുമാനായാം, വീണ്ടും പറയുന്നു, ശ്രീമദ് ഭാഗവതം ആരാണോ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നത്, കൃഷ്ണേ പരമപുരുഷേ, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച്, ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച്, ശ്രീമദ് ഭാഗവതം ആരാണോ കേൾക്കുന്നത്, അവർക്ക് എന്താണ് എഫക്റ്റ്, എന്താണ് സംഭവിക്കുന്നത്? ഭക്തിർ ഉത്പത്യതേ പുംസ. ഹൃദയത്തിൽ ഭക്തി ഉത്പത്യത എന്ന് പറഞ്ഞാൽ ഭക്തി പൊട്ടിമുളയ്ക്കുന്നു. അല്ലെങ്കിൽ ശുദ്ധഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വെറുതെ ഉള്ള കാര്യമല്ല, പരമശുദ്ധ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വരുന്നു പറയുന്നു ഭാഗവതം കേൾക്കുമ്പോൾ. അത് കൂട്ടത്തിൽ ശോകമോഹ ഭയാപഹ. ശോകവും ശോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ഭയമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ഭാഗവതത്തിൻ്റെ ശക്തി. എന്നാൽ എങ്ങനെയായിരിക്കണം ഭാഗവതം കേൾക്കേണ്ടത് എന്നും പറയുന്നുണ്ട് ഭാഗവത്തിൽ. ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണത്തശ്ച സ്വചേഷ്ടിതം കാലേന ന അതിദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞ് ശൃണ്വതാം ശ്രദ്ധയാ നിത്യം. അതായത് നമ്മൾ കേൾക്കുന്ന കാര്യം, ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസം വേണം. ഭഗവാന്റെ വാക്കുകൾക്ക് വിശ്വാസം. ഭഗവാനെക്കുറിച്ച് ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ള വ്യാസദേവനും ശുകദേവ ഗോസ്വാമിയും പറഞ്ഞിട്ടുള്ളതിൽ വിശ്വാസം. നമ്മുടെ ആചാര്യന്മാർ ശീലപ്രഭുപാദും ഒക്കെ അതിൻ്റെ അനുവാദം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലുള്ള വിശ്വാസം, ആ വാക്കുകളിലുള്ള വിശ്വാസം, ഭാഗവത്തിലുള്ള വിശ്വാസം, ഭഗവാനുള്ള വിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, ഗുരു സാധു ശാസ്ത്രത്തിലുള്ള വിശ്വാസം. ഇതാണ് ശ്രദ്ധ. ശൃണ്വത ശ്രദ്ധയാ നിത്യം. നിത്യവും വളരെ വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആരാണോ ശ്രവിക്കുന്നത് ശ്രീമദ് ഭാഗവതം, കഴിഞ്ഞിട്ടില്ല അവിടെ. ഗൃണന്തശ്ച സ്വചേഷ്ടിതം. കേട്ട കാര്യം, ശ്രവിച്ചിട്ടുള്ള കാര്യം ആരാണ് സ്വചേഷ്ടിതം ജീവിതത്തിൽ അത് പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഭാഗവതത്തിൽ തന്നിട്ട് പറയുന്ന നിർദ്ദേശങ്ങളും അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ടെങ്കിൽ ആരാണോ അത് ജീവിതത്തിൽ പാലിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുന്നത്, ശ്രീമദ് ഭാഗവതത്തെ നമ്മുടെ ജീവിതത്തിലെ ഭാഗമാക്കി മാറ്റുന്നത്, അങ്ങനെയാണ് പറയുന്നത്. വെറുതെ കേട്ട് ഇതിലൂടെ വിടുന്നതല്ല പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആചരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കാലേന ന അതിദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. കാലേന എന്ന് പറഞ്ഞാൽ അതിദീർഘേന എന്ന് പറഞ്ഞാൽ അത്ര താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ വിശദേ ഹൃദി.
ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നു. ഭഗവാന്റെ ദർശനം കിട്ടും എന്നാണ് പറയുന്നത്. അത്രമാത്രം ശക്തിയാണ് ശ്രീമദ് ഭാഗവതത്തിന്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്ലോകം ഉണ്ട്. അപ്പോൾ സ്മരിക്കുക, ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ്, കൃഷ്ണനെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാളെക്കുറിച്ച് നമുക്ക് സ്മരണ വേണമെങ്കിൽ, ഓർക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടാലല്ലേ ഓർമ്മ വരുള്ളൂ. നമ്മൾ കാണാത്ത ഒരാളെ സ്മരിക്കാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ശരിക്കും ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ മതി. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, കുറേ ആ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷ തോന്നുന്നു, ഈ വ്യക്തിയെ കണ്ടാൽ എങ്ങനെയാണെന്ന് തോന്നുന്നു, കാണാനുള്ള ആഗ്രഹം വരുന്നു. ശരിയല്ലേ? ഇതെല്ലാം സ്മരണ. അപ്പോൾ ഒരാളെ സ്മരിക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കണം, ഇല്ലെങ്കിൽ സ്മരണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. അപ്പോൾ കേൾവി, ശ്രവണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്, അറിയുന്ന കാര്യമാണ്. എന്താണ്? അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വ കലേവരം 8:5 ഭഗവത്ഗീത. യം യം വാപി സ്മരൺ ഭവൻ ത്യജതന്തി കലേവരം. 2 ശ്ലോകങ്ങളിലും ഭഗവാൻ പറയുന്ന കാര്യം എന്താണ്? ആരാണോ മരണസമയത്ത് എന്നെ ഓർക്കുന്നത് അവർ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും. ആരാണോ ഓർക്കുന്നത്, സ്മരിക്കുന്നത്, ഈ സ്മരണ വളരെ അത്യാവശ്യമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം എന്നാണ് പറയുന്നത്. ശ്രവണവും കീർത്തനവും നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്മരണത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാനെ ഓർക്കാൻ. അപ്പോൾ ശ്രവണവും കീർത്തനവും അത്യാവശ്യമാണ്. കീർത്തനം എന്ന് പറഞ്ഞാൽ നാമജപം, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്ന ശ്രവണം, ഇത് രണ്ടും കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സ്മരണ വരുന്നത്. യസ്യ സ്മരണ മാത്രേന ജന്മ സംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്യൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. എന്താണ്? യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാരബന്ധനാത്. ഭഗവാനെ സ്മരിക്കുന്നതിൽ, ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ ജന്മസംസാര ബന്ധനാത്, ഈ ഭൗതിക ലോകത്തിലെ സംസാര ബന്ധനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതാണ് പറയുന്നത്. ഓം പവിത്ര അപവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യാഭ്യന്തര ശുചി. ഇത് ആക്ച്വലി നമ്മൾ ശുദ്ധീകരണ മന്ത്രമാണ്. ആക്ച്വലി പവിത്ര അപവിത്രോ വാ ഇവിടെ പറയുന്നു യസ്മരേത് പുണ്ടരീകാക്ഷം. ആക്ച്വലി ഭഗവാനെ സ്മരിക്കുമ്പോഴാണ് നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത്. അങ്ങനെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്നെ ഓർക്കൂ. അനന്യശ്ചിന്ത യന്തോ മാം യേ ജനാ പര്യുപാസതേ. ഭഗവത്ഗീതയിൽ പറയുന്നു, അനന്യശ്ചിന്ത യന്തോ മാം, നിരന്തരവും നിത്യവും ചിന്തിക്കൂ. മന്മന ഭവ മത്ഭക്തോ മത്യാജി മാം നമസ്കുരു. ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നു, മന്മന എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്നെ എപ്പോഴും ഓർക്കൂ. മത്ഭക്തോ, എൻ്റെ ഭക്തനായി മാറൂ. തേഷാം സതത യുക്താനാം ഭജതാം പ്രീതിപൂർവകം. അവിടെയും പറയുന്നു, തേഷാം സതത യുക്താനാം, എപ്പോഴും എന്നെ ഓർത്തുകൊണ്ട് ഭജൻ ചെയ്യൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഞാൻ ദൂരെയല്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ ദൂരെയല്ല, ഞാൻ കൂടെയുണ്ട്. ഞാൻ ഈ ജന്മം കഴിയുന്നതോടുകൂടി ഞാൻ അവരെ കൊണ്ടുപോകും. ഇത് ഭഗവാന്റെ വാക്കുകളാണ്. അദ്ദേഹം നമുക്ക് തരുന്ന ആ ഒരു അഷുറൻസ് ആണ്. നമ്മുടെ ആരുടെയും കഴിവല്ല. നമ്മൾ ഭഗവാൻ പറയുന്നത് ചെയ്താൽ മാത്രം മതി, ബാക്കി അദ്ദേഹം ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിലെ മഹാസൗഭാഗ്യമാണ് ഭാഗവതം പഠിക്കുക, കേൾക്കുക എന്ന് പറയുന്നത്. നാമം ജപിക്കാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുള്ളത്, നമുക്ക് സത്സംഗം തന്നിട്ടുള്ളത്, ഭക്തരുടെ കൂട്ടായ്മ തന്നിട്ടുള്ളത്, ഇതെല്ലാം മഹാ സൗഭാഗ്യമാണ്. ഈ ഒരു അവസരം നമ്മൾ അവസരം കളയാതെ നമ്മൾ ഈ അവസരം വിനിയോഗിക്കണം. അതാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് നമ്മൾ കൊണ്ടുവരണം. അതായത് ശ്രീമദ് ഭാഗവതം കേൾക്കുവാനും പഠിക്കുവാനും നാമം ജപിക്കാനും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഓരോ ദിവസത്തെ സ്കെഡ്യൂളിൽ ഇതിനായിരിക്കണം ഏറ്റവും പ്രാധാന്യം. അതിൻ്റെ അർത്ഥം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അത് ചെയ്യണം. എന്നാൽ ഭഗവാന്റെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. അതാണ് ഒരു ഭക്തൻ്റെ കഴിവ്. ആക്ച്വലി ഇത് സാധിക്കും, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അത് ആഗ്രഹിച്ചാൽ മാത്രം മതി. നല്ല രീതിയിൽ ആഗ്രഹിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് നല്ല രീതിയിൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാനെ ഏറ്റവും കൂടുതൽ, അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് അങ്ങേ സേവിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും
അദ്ദേഹത്തിൻ്റെ ആ ഒരു എംപവർമെൻറ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴും ആ പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി ഭഗവാനെ നമ്മൾ ഭഗവാന്റെ കൃപ ചോദിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. കൃഷ്ണനെക്കുറിച്ച് കേട്ടാൽ, നമ്മൾ ആരും ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല, അമ്പലത്തിലെ ഭഗവാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണൻ കളിക്കുന്നതും വെണ്ണ കക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും ശരിക്കും. അതിനുള്ള യോഗ്യത നേടുവാണെങ്കിൽ സാധിക്കും. ആ യോഗ്യത നേടാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെയുള്ളത്. നമുക്ക് ഭാഗവതവും നാമവും ഒക്കെ തന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ അവിടേക്ക് പോകാൻ യോഗ്യത നേടാൻ വേണ്ടി, ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ്? കൂടുതൽ കേൾക്കുക ഭഗവാനെക്കുറിച്ച്, കൂടുതൽ നാമം ജപിക്കുക. ഇതാണ് എന്ത് കാര്യത്തിലും നമ്മൾ എക്സ്പേർട്ട് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കോളേജിലോ സ്കൂളിലോ നന്നായി പഠിക്കണം. നന്നായി പഠിച്ചാലേ നന്നായി എഴുതാൻ പറ്റുള്ളൂ പരീക്ഷ, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സിൽ ഓടുന്ന ആൾ 4 വർഷത്തിൽ ഒരിക്കലായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷേ 4 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ഒരു 2 മാസമാണ് അവർ ട്രെയിനിങ് ചെയ്യുന്നതല്ല, അവർ വർഷങ്ങളോളം ട്രെയിനിങ് ചെയ്യുന്നു. ചിലപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കോമ്പറ്റീഷൻ, പക്ഷേ നിരന്തരം ട്രെയിനിങ് ചെയ്ത് അതിനുവേണ്ടി നമ്മൾ റെഡി ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ജയിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മുമ്പിൽ വരാൻ സാധിക്കുന്നു. അതേപോലെ നമ്മളെല്ലാവരും ആ ഒരു പരിശീലനത്തിലാണ്, ആക്ച്വലി നമ്മുടെ പ്രാക്ടീസാണ് അത് ആക്ച്വലി. എന്നാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രാക്ടീസാണ്, ശരിയാണ്. എന്നാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ശ്രവണം, കീർത്തനം, സ്മരണം, ഇത് തന്നെയാണ് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോയാലും ചെയ്യാൻ പോകുന്നത്. ഇതാണ് വേറൊരു സത്യം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ പോയി കഴിഞ്ഞാൽ കൃഷ്ണനാമം നമ്മൾ ചൊല്ലുന്നുണ്ട്. അവിടെ പക്ഷെ ചൊല്ലുന്ന രീതികൾ വ്യത്യാസവും ഉണ്ടാവും. നേരിട്ട് ഭഗവാനെ കാണുന്നു, ഭഗവാനെ സേവിക്കുന്നു, അവിടെ നാമം ചൊല്ലുന്നുണ്ട്, സ്മരണയുണ്ട്, അതേപോലെ സ്തുതികളുണ്ട്, ഭഗവാനെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. അത് ഏത് ഭാവത്തിലാണോ നമ്മളുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടായിരിക്കുന്നു മാത്രം. അപ്പോൾ ശ്രവണവും കീർത്തനവും എല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടെയുള്ളതിനെ അവിടെ ആധ്യാത്മിക ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ അതേ ഉള്ളൂ. എല്ലാ ഭക്തരും അവിടെയുള്ള ശുദ്ധ ഭക്തരാണ്. അതുകൊണ്ട് അവിടെ കീർത്തനവും ശ്രവണവും ഭഗവത് ചർച്ചകളും ലീലകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കുള്ള യോഗ്യത നേടാൻ നമുക്ക് സാധിക്കുന്നത് ഈ ലോകത്തിരിക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് തന്നിട്ടുള്ളത്. ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഭഗവാനിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ അദ്ദേഹത്തിലേക്ക് ആകർഷിതനാവുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കൂടുതൽ ജപിക്കുന്നു, കൂടുതൽ കേൾക്കുന്നു, അപ്പോൾ ആകർഷണം കൂടി വരുന്നു. അങ്ങനെ അദ്ദേഹത്തെ നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം നമ്മൾ ശരീരം വിടുമ്പോൾ അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നു. ജീവിതം പെർഫെക്റ്റ്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം, വേറെ ഒന്നുമല്ല. നമ്മൾ ഓരോ മനുഷ്യരും, നമ്മൾ മനുഷ്യജന്മം ഭഗവാൻ തന്നിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ പർപ്പസ് ഇതാണ്, ഗോൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് ഒരുപാട് വലിയ വീട് കെട്ടി, അതൊന്നുമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് ഭഗവത് സാക്ഷാത്കാരം. അതാണ് ശ്രീമദ് ഭാഗവത്തിൻ്റെ ശക്തി. നമ്മുടെ ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ ഒരുപാട് സെക്ഷനിലായിട്ട് പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ ഭാഗവതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു കഥ പറയുന്നുണ്ട്. വളരെ ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്. എന്നാലും നമ്മുടെ എല്ലാവരുടെയും ശുദ്ധീകരണത്തിന് വേണ്ടി, ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചു നേരം ചർച്ച ചെയ്യാം. പത്മപുരാണത്തിൽ പറയുന്നു, പത്മപുരാണത്തിലെ ഉത്തരാഖണ്ഡ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ്. അവിടെ ഒരു ബ്രാഹ്മണൻ, ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആത്മദേവ അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ളൊരു നല്ലൊരു ബ്രാഹ്മണനായിരുന്നു, നല്ല ഭക്തനായിരുന്നു, ശാസ്ത്രങ്ങൾ പഠിക്കുമായിരുന്നു, ഭഗവാന്റെ ആരാധന ചെയ്യുമായിരുന്നു, നല്ലൊരു ഭക്തനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ, ഭാര്യയുടെ പേര് ദുന്ദുലി എന്നാണ്. ദുന്ദുലിയാണെങ്കിൽ ആത്മദേവൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഭക്തിയിൽ തീരെ താല്പര്യമില്ല, ശാസ്ത്രങ്ങളും ഭക്തിയും ഭഗവാനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല, കംപ്ലീറ്റ്ലി വേറെ ട്രാക്കിൽ പോകുന്ന ഒരാൾ ദുന്ദുലി. രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം. ആത്മദേവനാണെങ്കിൽ ഭക്തൻ, ഈ ദുന്ദുലി ആണെങ്കിൽ അല്ല. മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് ആത്മദേവന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദുന്ദുലി കുട്ടികൾ, അതായത് ആ പ്രസവിക്കുക അല്ലെങ്കിൽ 9 മാസം കുട്ടിയെ ചുമക്കുക എന്ന് പറയുന്നത് ദുന്ദുലിയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ദുന്ദുലി ഇതിന് സമ്മതിക്കുന്നില്ല. കുട്ടികൾ എന്ന് പറയുമ്പോൾ ദുന്ദുലി പറയാൻ പറ്റില്ല എന്ന്. ആത്മദേവന് ഒരുപാട് വിഷമമായിരുന്നു. നിർഭാഗ്യവശാൽ കുട്ടികളില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് ഒരു സാധു വരുന്നു. ആ സാധു അവിടെ വന്ന് നല്ല രീതിയിൽ ആത്മദേവൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തെ സേവിക്കുന്നു. അങ്ങനെ ഇതാണ് വൈഷ്ണവരെ സേവിക്കുക അല്ലെങ്കിൽ സാധുക്കളെ സേവിക്കുക സദാചാരം. വൈഷ്ണവരാവട്ടെ അല്ലാത്തവരാവട്ടെ ആര് വേണമെങ്കിലും ആവട്ടെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ ആത്മദേവൻ അദ്ദേഹത്തെ, ഈ സാധുവിനെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹം പോകുന്നേക്കാൾ മുമ്പ് ആത്മദേവൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമം കിടക്കുന്നതായിട്ട് ഈ സാധുവിന് മനസ്സിലായി. ആത്മദേവനോട് ചോദിച്ചു, നിൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയൊരു വിഷമമുണ്ട്, എനിക്ക് എന്താണ് വിഷമമെന്ന് മനസ്സിലായി, പക്ഷെ നീ പറയൂ, എന്താണെന്ന് പറയൂ. ആത്മദേവൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കുഞ്ഞ് എനിക്ക് ജനിക്കാൻ വേണ്ടി, പക്ഷേ സാധിക്കുന്നില്ല, അതിനുള്ള അവസരം എനിക്ക് ഇല്ല, ആ ഒരു ഭാഗ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷമത്തോടു കൂടി പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറയും, സാധു പറയും, ശരിക്കും പറയുകയാണെങ്കിൽ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല, നിന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ദുന്ദുലിയെക്കുറിച്ചുമൊക്കെ സാധുവിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ ആത്മീയ ജീവിതത്തിൽ, നീ ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് പൊക്കോളൂ, അതാണ് നല്ലത് നിനക്ക്. ഇനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇനി കുട്ടി വന്ന് ഇനി അതെന്തൊക്കെയാവും എന്നറിയില്ല എന്നുള്ള രീതിയിൽ ഒരു ഹിൻഡ് കൊടുത്തു സാധു. ഒരു പക്ഷേ ഭഗവാന്റെ നിശ്ചയം കുട്ടികൾ വേണ്ട എന്നുള്ളതായിരിക്കും നിനക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ആത്മദേവൻ്റെ ആഗ്രഹം മാറുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ സാധു പറഞ്ഞു, ശരി, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ എനിക്കെന്തായാലും നിന്നെ ഒരുപാട് ഇഷ്ടമായി, നീ ഒരുപാട് സേവനങ്ങൾ ചെയ്തു, അതുകൊണ്ട് എന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. കൂട്ടത്തിൽ സാധു പ്രാർത്ഥിച്ച് അദ്ദേഹം ഒരു പഴം, ഒരു ഫ്രൂട്ട് ആത്മദേവന് കൊടുത്തു. ആത്മദേവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ഭാര്യയ്ക്ക് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുത്താൽ ഭാര്യ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് സന്തോഷമായി, ആത്മദേവന് സന്തോഷമായി. അങ്ങനെ സാധു പോയതിന് ശേഷം പഴം കിട്ടി, അങ്ങനെ ദുന്ദുലിക്ക് കൊണ്ടു കൊടുക്കുന്നു. ദുന്ദുലിയുടെ അടുത്ത് പഴമായി പോയപ്പോൾ ദുന്ദുലിയുടെ ചീത്ത ഒരുപാട് കേൾക്കുന്നു. ദുന്ദുലി പറയുന്നു, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ആത്മദേവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹം ഇത്രയും നിർബന്ധിക്കുന്നതുകൊണ്ട് ദുന്ദുലി പറഞ്ഞു, അവസാനം മനസ്സോടെ ശരിയെന്ന് പറയുന്നു. ആത്മദേവൻ വിചാരിച്ചു ദുന്ദുലി അത് ശരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, ദുന്ദുലി അത് പഴം വാങ്ങിക്കും, പക്ഷേ എന്ത് ചെയ്യുന്നു, പഴം പുറത്തേക്ക് വലിച്ചെറിയും ജനലിലൂടെ. അത് ആത്മദേവൻ കാണുന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ തൊഴുത്തുണ്ട്, തൊഴുത്തിൽ ഒരു പശുവുണ്ട്, ആ പശുവിന് ഇത് കിട്ടുന്നു പഴം, പശു ആ പഴം കഴിക്കുന്നു. അതേ സമയത്ത് സാധു കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്രൂട്ടൻ അല്ലെങ്കിൽ ഈ ഒരു പഴത്തിന് ഒരുപാട് ശക്തിയുണ്ട്. അപ്പോൾ ആത്മദേവൻ അറിയാം ദുന്ദുലിക്ക് ഇത് കളഞ്ഞു എന്ന് പറയാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ദുന്ദുലി ചിന്തിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, ഫേക്ക് ചെയ്യണം, അതായത് ഗർഭമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ ദുന്ദുലിയുടെ അനുജത്തി ഉണ്ടായിരുന്നു. ദുന്ദുലിയുടെ അനുജത്തി ഓൾറെഡി ഗർഭിണിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ദുന്ദുലിയുടെ അനുജത്തിയോട് പറഞ്ഞു, ദുന്ദുലിയുടെ അനുജത്യം അതേപോലെ തന്നെയാണ്, അതായത് ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ല, ഭഗവാനിൽ വിശ്വാസമില്ല, അങ്ങനത്തെ ഒരു ഫാമിലിയാണ് അവർ മുഴുവനും. അങ്ങനെ ദുന്ദുലിയുടെ അനുജത്തിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട്
എനിക്ക് നിൻ്റെ നിനക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലൊരു അഗ്രിമെൻ്റായി. ആ സമയത്ത് ദുന്ദുലിയാണെങ്കിൽ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് തുണിയെല്ലാം വെച്ച് കെട്ടി നടക്കുന്നു. അങ്ങനെ ആ സമയത്ത് 9 മാസം കഴിയുമ്പോൾ കുഞ്ഞ് ജനിക്കുന്നു. ദുന്ദുലിയുടെ അനുജത്തിക്ക് ആ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്നു. അതേ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇവിടെ പഴം കഴിച്ചിട്ടുള്ള പശുവും പ്രസവിക്കുന്നു. ഇവിടെ ദുന്ദുലിക്കും കുട്ടി വരുന്നു, അനുജത്തിയുടെ കുട്ടിയെ കൊണ്ടുവരുന്നു. ആത്മദേവൻ അറിയില്ല. ആത്മദേവൻ വിചാരിച്ചു അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയാണെന്ന് വിചാരിക്കുന്നു. സാധു കൊടുത്തിട്ടുള്ള പഴം കഴിച്ച് കുട്ടി ജനിക്കുന്നു. എന്നാൽ അതേ സമയത്ത് പശുവും പ്രസവിക്കുന്നു. പക്ഷെ പശു പ്രസവിക്കുന്ന മനുഷ്യ കുഞ്ഞിനെയാണ്, ചെവി മാത്രം പശുവിൻ്റെ, കുഞ്ഞാണെങ്കിൽ ശരീരമാണെങ്കിൽ മനുഷ്യൻ്റെ. അങ്ങനെ ആ കുഞ്ഞിൻ്റെ പേര് ഗോകർണൻ എന്നായിരുന്നു. ഗോകർണൻ എന്നുള്ള പേരായിരുന്നു ഇട്ടത്. എന്നാൽ ഗോകർണനാണെങ്കിൽ എല്ലാവിധ നല്ല ക്വാളിറ്റീസും ഉള്ള കാര്യം. അതാ സാധു പ്രാർത്ഥിച്ച് ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ള ആ പഴം കൊടുത്ത് അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ശുദ്ധഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗോകർണൻ, പരിശുദ്ധ ഭക്തനാണ് ഗോകർണൻ. എന്നാൽ ദുന്ദുലിയുടെ കുട്ടിയാണെങ്കിലോ, അനുജത്തിയുടെ കുട്ടിയാണെങ്കിൽ തലതിരിഞ്ഞ കുട്ടി. അങ്ങനെ ആ കുട്ടിയെ ദുന്ദുകാരി എന്നുള്ള പേരാണ്, ദുന്ദുകാരി എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഗോകർണൻ പശുവിന് ജനിച്ച കുഞ്ഞ്, ദുന്ദുലിക്ക് അനുജത്തിയുടെ വന്നിട്ടുള്ള കുഞ്ഞ് ദുന്ദുകാരി. ദുന്ദുകാരിയാണെങ്കിൽ വളരെ മോശം. വളരെ മോശം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ പ്രശ്നക്കാരനാണ്. സുഹൃത്തുക്കളെ അടിക്കുന്നു, കൊല്ലുന്നു, അതൊക്കെയായിരുന്നു അവളുടെ ഹോബി. എല്ലാവിധ മോശമായിട്ടുള്ള സ്വഭാവങ്ങളും കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നം. ഗോകർണനാണെങ്കിൽ വളരെ സൗമ്യമായിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ഗോകർണൻ ആത്മദേവൻ്റെ അടുത്ത് പോകും. ഗോകർണൻ പക്ഷേ ഒരിക്കലും ആത്മദേവന് അറിയില്ല ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ആത്മദേവന് ഒരുപാട് ഇഷ്ടമാണ് ഗോകർണനെ. പക്ഷേ കൂടുതൽ ഇഷ്ടം ദുന്ദുകാരിനെയാണ്. കാര്യം സ്വന്തം മകൻ എന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിനുള്ളതുകൊണ്ട്. ഗോകർണൻ വളരെ സൗമ്യമായിട്ടുള്ളൊരു സ്വഭാവക്കാരൻ, ശുദ്ധഭക്തൻ, ഭക്തൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. എന്നാൽ ദുന്ദുകാരിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നു. അവസാനം ആത്മദേവന് സഹിക്കാൻ പറ്റാതെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹം പിന്നെ കാട്ടിലേക്ക് പോകുന്നു ഭജനന് വേണ്ടി. അദ്ദേഹം ഗോകർണനെ ഏൽപ്പിച്ചു പോകുന്നു. ഗോകർണനോട് പറയുന്നു, എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല, ഇനി നീ ആയിരിക്കണം, നീ ദുന്ദുകാരിനെയും എൻ്റെ ഭാര്യയെയും, അതായത് നിൻ്റെ അമ്മ പോലെ കണ്ട് നീ അവരെ നോക്കണം, നിൻ്റെ സഹോദരനെ പോലെ കാണണം ദുന്ദുകാരിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകർണനെ ഏൽപ്പിച്ചു പോയി. ആത്മദേവൻ പോയി. അവസാനം എന്ത് സംഭവിക്കുന്നു? ദുന്ദുകാരി ഓരോ ദിവസം കഴിയുമ്പോഴും മോശക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. വലുതായി വരുമ്പോഴേക്കും, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കളവ് ചെയ്യുക, കൊള്ളയടിക്കുക, വേശ്യാസ്ത്രീകളെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അവസാനം ദുന്ദുലിക്കും സഹിക്കാൻ വയ്യാതെയായി. ദുന്ദുലിയും പറഞ്ഞു, എൻ്റെ മകനെ പോലെ ഇത്രയും പാപിയായിട്ടുള്ളൊരു മകൻ വേറെ ഉണ്ടാവില്ല. ദുന്ദുലിക്ക് ആ ഒരു മകൻ ഇത്രയും അധപതിച്ച് പോയതുകൊണ്ട് ദുന്ദുലിയും ഒരു ദിവസം മരിക്കുന്നു. പിന്നെ ദുന്ദുകാരി ഫ്രീ ആയി. ദുന്ദുകാരിക്ക് തോന്നിയത് ചെയ്യാം. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് വൈശ്യസ്ത്രീകളൊക്കെ വീട്ടിൽ കൊണ്ടു നിർത്തും. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ആ സ്ത്രീകൾ തമ്മിൽ അടിയായി. അങ്ങനെ അവർ തമ്മിലുള്ള കുറേ അസൂയയും പ്രശ്നങ്ങളും കൊണ്ട് അവസാനം ഇവരെല്ലാവരും കൂടെ ദുന്ദുകാരിക്ക് വിഷം കൊടുത്ത് കൊന്നു ഒരു ദിവസം. ദുന്ദുകാരി മരിച്ചു, വിഷം കൊടുത്ത് മരിക്കുന്നു. കാര്യം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. അങ്ങനെ സംഭവിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കുന്നു? ദുന്ദുകാരി ഭൂതമായി മാറുന്നു. ശരീരം കിട്ടില്ല. കാര്യം അത്രമാത്രം മോശക്കാരനായിരുന്നു. ഒരു മനുഷ്യ ശരീരമോ അല്ലെങ്കിൽ ഈവൻ ഒരു മൃഗത്തിൻ്റെ ശരീരം കിട്ടാൻ പോലും ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭൂതമായി മാറുന്നു. ശരീരം കിട്ടാതെ അലഞ്ഞു കിടക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. പക്ഷേ ആ വീട് വിട്ട് പോകുന്നില്ല. ആ വീട്ടിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഈ ഭൂതം. ഗോകർണൻ ആ സമയത്ത് ഗോകർണൻ ഒരു ദിവസം മനസ്സിലാവുന്നു, ഈ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഗോകർണന് മനസ്സിലാവുന്നുണ്ട് ദുന്ദുകാരിക്ക് ശരീരം കിട്ടാതെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. ദുന്ദുകാരി സംസാരിക്കുന്നുണ്ട് ഗോകർണനോട്, എനിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, അങ്ങ് എന്തെങ്കിലും ഒരു വഴി കാണിക്കണം, എനിക്ക് ശരീരം കിട്ടിയിട്ടില്ല, ഞാനിപ്പോഴും ശരീരമില്ലാതെ നിൽക്കുവാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഗോകർണനോട് റിക്വസ്റ്റ് ചെയ്യുന്നു ദുന്ദുകാരി. തെറ്റുകൾ ചെയ്തതെല്ലാം അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്. ഗോകർണൻ അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ച് അദ്ദേഹം ഒരു ബ്രാഹ്മണനെ പോയി കാണുന്നു. അപ്പോൾ ബ്രാഹ്മണർ ഗോകർണനോട് പറയും, ശ്രീമദ് ഭാഗവത സപ്താഹം നടത്താൻ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം കേൾപ്പിച്ചു കൊടുക്കൂ. ആർക്ക്? ദുന്ദുകാരിക്ക്. അതാണ് ഇതിനുള്ളൊരു മാർഗം. ഈ ഒരു ശരീരത്തിൽ നിന്ന്
ഭൂതശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇദ്ദേഹം ഗോകർണൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. നല്ല വരിഷ്ഠനായിട്ടുള്ള ഭക്തരെ കൊണ്ടുവരുന്നു. എന്നിട്ട് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നു, സപ്താഹം. അങ്ങനെ ഓരോ ദിവസവും സപ്താഹം ഈ ഭാഗവതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദുന്ദുകാരി പ്രേതരൂപത്തിൽ ആണ്, ആരും കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള അടുത്തുള്ള മരത്തിലിരുന്ന് കൊണ്ട് കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഭാഗവത സപ്താഹം ആയതുകൊണ്ട് ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെയും വിളിച്ചിട്ടുണ്ട് ഗോകർണൻ. അപ്പോൾ അവരെല്ലാവരും ഭാഗവതം കേൾക്കുന്നു, ദുന്ദുകാരിയും കേൾക്കുന്നുണ്ട്. ശരീരമില്ല, ആർക്കും അറിയില്ല, ഗോകർണനറിയാം എന്ന് മാത്രം. അങ്ങനെ ഓരോ ദിവസവും ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ദുന്ദുകാരിയുടെ ആ ഭൂതം ആയിട്ടുള്ള ശരീരത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന് മുക്തി നേടാനുള്ള ഓരോ ദിവസവും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രാജുവലി അദ്ദേഹം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൂതം പ്രേതത്തെ ഒരു ഇതിൽ കെട്ടിവെച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് 7 കെട്ടുകളാണ് എന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസത്തെ സപ്താഹം, ഓരോ ദിവസത്തെ ഭാഗവതം കഴിയുമ്പോൾ ഓരോ കെട്ടുകൾ ഊരിക്കൊണ്ടിരിക്കുകയാണ്, തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതായത് അദ്ദേഹത്തിന് ആ ഒരു പ്രേത ശരീരത്തിൽ നിന്ന് മുക്തിക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ ഗ്രാജുവലി അത് സംഭവിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4, 5, 6, 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ, ഭാഗവതം സപ്താഹം കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ ശ്ലോകം മുതൽ അവസാന ശ്ലോകം വരെ ഭാഗവതം അവിടെ ചർച്ച നടന്നു. ആ സമയത്ത് 7ാമത്തെ ദിവസം ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സപ്താഹത്തിന് ഒരുപാട് ഭക്തരുണ്ട്, പറയുന്ന ബ്രാഹ്മണനുണ്ട്, ഗോകർണനുണ്ട്. എല്ലാവരും കൺമുമ്പിൽ വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വരുന്നു. ദുന്ദുകാരിക്ക് ആത്മീയ ശരീരം കിട്ടുന്നു, അതിൽ പോകുന്നു. ഇത് അതിശയോക്തിയാണെന്ന്, അല്ലെങ്കിൽ ഇതൊരു കൂട്ടി പറയുന്നതാണെന്ന് വിചാരിക്കരുത്. പത്മപുരാണത്തിൽ ഭാഗവത മഹാത്മ്യം പറയുന്നതാണ്. വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വന്ന് ദുന്ദുകാരിയെ, എത്രയും പാപം ചെയ്തിട്ടുള്ള ദുന്ദുകാരി 7 ദിവസം കൊണ്ട് അദ്ദേഹം ശുദ്ധഭക്തനായി മാറി. മാത്രമല്ല, മനുഷ്യ ശരീരം പോലും ഭൂതശരീരത്തിൽ നിന്ന് നേരെ അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താണ്? ആത്മീയ ശരീരം. എന്നിട്ട് വൈകുണ്ഠ വിമാനത്തിൽ കയറി അദ്ദേഹം പോകുന്നു. ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുതമായി എല്ലാവർക്കും അത്ഭുതമായി. അദ്ദേഹം പോയി. പക്ഷേ പോകുന്നേക്കാൾ മുമ്പ് ഗോകർണൻ്റെ പാദങ്ങളിൽ വന്ന് നമസ്കരിച്ചു. എല്ലാം അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ് ഗോകർണനെ സ്തുതിച്ചു. ഗോകർണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പോകുന്നത്. ഈ കാഴ്ച കണ്ട് എല്ലാവർക്കും ഒരുപാട് അത്ഭുതമായി. അവിടെ ഉണ്ടായിരുന്ന ഭക്തരൊക്കെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോകർണൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇദ്ദേഹം ഭൂതമായിരുന്നു, ഇപ്പോൾ ശരീരം കിട്ടി പോയി. എല്ലാവർക്കും ഒരുപാട് അത്ഭുതമായി. ആ സമയത്ത് അവർ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളും ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന്, ഞങ്ങളും 7 ദിവസം കേട്ടിട്ടുണ്ട്. നമുക്ക് മനുഷ്യ ശരീരമുണ്ട്, നമ്മളാണെങ്കിൽ ഭാഗവതം നല്ല രീതിയിൽ കേട്ട് ആസ്വദിച്ചു. ദുന്ദുകാരിയാണെങ്കിൽ ശരീരമേ ഉണ്ടായിരുന്നില്ല, ഭൂതമായിരുന്നു. അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റി. നമുക്കുള്ള വൈകുണ്ഠ വിമാനം എവിടെ പോയി? നമ്മുടെ വൈകുണ്ഠ വിമാനം എവിടെ? വന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നവർ. ആ സമയത്ത് ഗോകർണം പറയും അവരോട്, എങ്ങനെയാണോ ദുന്ദുകാരി ശ്രീമദ് ഭാഗവതം കേട്ടിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അതായത് ദുന്ദുകാരി അത്രമാത്രം അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് ഒരേ ഒരു ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ആത്മാർത്ഥതയോടുകൂടി, ഇൻറ്റൻസിറ്റിയോടുകൂടി. അതുകൊണ്ട് അതായത് പൂർണ്ണമായിട്ടും വിശ്വാസം, പൂർണ്ണമായിട്ടുള്ള ശരണാഗതി, അതുപോലെ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഭാഗവതം കേട്ടു. പക്ഷെ നിങ്ങളെല്ലാവരും അത്രമാത്രം ശ്രദ്ധയും കൊടുത്തിട്ടില്ല, അത്രമാത്രം വിശ്വാസവും ഇല്ല. പല കഥകളും പല ലീലകളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ശരിക്കും എടുത്ത് പൊക്കിയോ? അതൊക്കെ വെറുതെ അല്ലേ, അതൊക്കെ ശരിക്കും നടന്നു, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ടാവും. ദുന്ദുകാരിക്ക് ആ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ ആചാര്യം പറയുന്നുണ്ടായിരുന്നത്, എന്താണോ ഭാഗവതം പറയുന്നതിൽ 100% വിശ്വസിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം കേട്ടു, നേരെ പോയി. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അത്രമാത്രം ശ്രദ്ധയും നിങ്ങൾക്ക് അത്രയും വിശ്വാസവും ഉണ്ടായിരുന്നില്ല, ആ ശരണാഗതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ നിങ്ങൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു,
അതിൽ പറയുന്നു പത്മപുരാണത്തിൽ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഗോകർണനോട് പറയുന്നു, ഇനിയും അങ്ങ് സപ്താഹം നടത്തണം. ഞങ്ങളിനി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അതനുസരിച്ച് ഗോകർണൻ വീണ്ടും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഭാഗവതം അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അതിൽ പറയുന്നു, അത് കഴിയുമ്പോൾ, ആ സപ്താഹം കഴിയുമ്പോൾ എല്ലാവരും, അതിലുണ്ടായിരുന്ന കുറേ പേര് ഇതേപോലെ അത്രയും ഇൻറ്റൻസിറ്റിയോട് കൂടി ആരാണ് ഭാഗവതം കേട്ടിട്ടുള്ളത്, അവരെല്ലാവരും, ഗോകർണനും എല്ലാവരും ഒരുമിച്ച്, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഓരോ വിമാനങ്ങൾ വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്ന പാഠം എന്താണ്? ശ്രീമദ് ഭാഗവതം അത്രമാത്രം ശക്തിയാണ് ഭക്തരെ. നമ്മൾ വിശ്വാസത്തോടു കൂടി ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംശയവും ഇല്ലാതെ, സംശയം എന്ന് പറഞ്ഞത് പറയുന്നതെല്ലാം അതേപോലെ വിശ്വസിച്ച്, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും, കുറേ തത്വങ്ങളൊക്കെ പഠിക്കും നമ്മൾ ഭാഗവതത്തിൽ. എല്ലാം സ്റ്റോറീസ് അല്ല, തത്വങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി നമ്മളത് ശ്രദ്ധയോടുകൂടി ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മളത് കേൾക്കുകയാണെങ്കിൽ, എൻ്റെ ശുദ്ധീകരണം വേണം, എൻ്റെ ഹൃദയം ശുദ്ധമാവണം ശ്രീമദ് ഭാഗവത ശ്രവണത്തിലൂടെ. നാമം ജപിക്കാനുള്ള രുചി കൂടണം, കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി കൂടണം. അതേപോലെ തന്നെ അവസാനം ഈ ജന്മം കഴിയുന്നതോടുകൂടി എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, ആ ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദുന്ദുകാരിക്ക് സംഭവിച്ചത് നമുക്കും സംഭവിക്കും. അപ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കട്ടെ നമ്മുടെ അഭിലാഷം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭാഗവത പ്രവാഹം ആദ്യം മുതൽ തുടങ്ങുന്നു. 7 ദിവസത്തിൽ തീരില്ല, 7 വർഷങ്ങൾ എടുക്കുമായിരിക്കും, അറിയില്ല. പക്ഷെ ആരാണോ ആദ്യം മുതൽ അവസാനം വരെയുള്ളത്, തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ടോ, നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പോലും അറിയില്ല. ഇതൊക്കെ ഭഗവാന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അനന്തപത്മനാഭൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, രാധാകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ദുന്ദുകാരിക്ക് വിമാനം വന്നതുപോലെ നമ്മുടെ ഈ ഭാഗവതം മുഴുവനും നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി, ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി, ആ ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി നമ്മൾ പഠിച്ച് കേൾക്കുമ്പോൾ ഈ ഒരു ജന്മം കഴിയുന്നതോടുകൂടി നമുക്കും ഗോലോക വൃന്ദാവനത്തിലെ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെയോ വിമാനം പ്രതീക്ഷിക്കാം. ഓക്കെ. ग्रंथराज श्रीमद् भागवतम की जय, जगद्गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त की जय, निताय गौर प्रेमानंद। हरे കൃഷ്ണ. 100 ജന്മ സെലിബ്രേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ശുദ്ധ ഭക്തൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തിങ്കൾ, ചൊവ്വ, ബുധൻ മറക്കാതെ എല്ലാരും എത്തുക. തിങ്കൾ, ചൊവ്വ, ബുധൻ. നമ്മള് മഹാത്മ്യം മാത്രമേ പറഞ്ഞു, നമ്മൾ തുടങ്ങിയിട്ടില്ല. അതിന്റെ സ്റ്റെപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് വന്നിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും പഞ്ചകൽപ തരൂപീച്ച കൃപാ സിന്ധുപേ വൈഷ്ണവൃന്ദ की नाम संगीतन की कृष्ण महामंत्र जय श्री पद्मनाഭ സ്വാമി की जय. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പറയൂ. ഹരേ കൃഷ്ണ. പ്രഭുജിയുടെ നേരത്തെ ഞാൻ കുറെ ക്ലാസ് അത് യൂട്യൂബിനകത്ത് നിന്ന് കേട്ട ചൈതന്യ ചരിതാമൃതത്തിന്റെ ക്ലാസ്. ഹരേ കൃഷ്ണ. പ്രഭുജി കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറയൂ പ്രഭു. ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് 5-6 മാസം മുമ്പാണ് ഞാൻ 2-3 പോയി ചൈതന്യ ചരിതാമൃതത്തിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടു. എനിക്ക് പക്ഷെ അത്ര മനസ്സിലായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ദിവസം യൂട്യൂബ് എടുത്ത് അപ്പം ഭഗവാൻ തന്നായിരിക്കും. അപ്പം പ്രഭുജിയാണ് അന്ന് ഞാനത് ക്ലാസ് കേട്ടത്. 2-3 പ്രാവശ്യം ഞാനത് കേട്ടു. ഞാൻ എന്നിട്ട് ഇവിടെ ആദികർത്ത പ്രഭുവിന്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു, ഇതുപോലെ ഇത് നല്ലതായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പേരങ്ങോട്ട് കറക്റ്റ് ആകുന്നില്ല. പിന്നെ എനിക്കൊന്നും അത് കിട്ടിയിട്ടില്ല കേട്ടോ. യൂട്യൂബിനകത്ത് തപ്പിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ അന്ന് പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോൾ ഏതായാലും ആളിനെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഭാഗവതം പഠിപ്പിക്കാനായിട്ട് ഇവിടെ വന്നു കാണാനൊക്കെ പറ്റി. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അനന്തകോടി പ്രണാമം. ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീല പ്രഭുപാദ കി ജയ്. ആദികർത്ത പ്രഭു പറയുന്ന പോലെ ഭാഗവതം കഴിഞ്ഞിട്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതം തുടങ്ങും. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ, പ്രണാം. താങ്ക് യു. പ്രഭുജി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്രഭുജി. പറയൂ. ജന്മം 4 കാര്യം പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണ്? സുദുർലഭം, ഓക്കെ. ലബ്ധ്വാ സുദുർലഭം ഇതം ബഹു സംഭവന്തേ, അതായത് ഒരുപാട്, ഒന്ന് സുദുർലഭം, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് മനുഷ്യജന്മം. അർത്ഥതം, അർത്ഥതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥവത്താണ്. അനിത്യം, അനിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമല്ല എന്നുള്ളത്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പോ എല്ലാരും മറക്കണ്ട, തിങ്കൾ ചൊവ്വ ബുധൻ നോൺ സ്റ്റോപ്പ് ആണ്. കറക്റ്റ് 8:30. എല്ലാരും ഇനിയും ഒരു 108 പേരോളം അവസരമുണ്ട്, സീറ്റുണ്ട്. മാക്സിമം ഭക്തജനങ്ങളെ പങ്കെടുപ്പിക്കുക. ഹരേ കൃഷ്ണ. പ്രഭുജി ദണ്ഡവാത് പ്രണാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, വൈഷ്ണവ്യോ നമോ നമഃ. ഗോപി വൈഷ്ണവന്തിക്ക് കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ രാധേ ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരി ബോൾ.